പൊതുവെ ഒരു സഹകരണ മനോഭാവത്തോടു കൂടിയല്ല ആർട്ടിസ്റ്റുകൾ പല കോവിഡിന് ശേഷമുള്ള കാലത്താണ് ഞാൻ ഈ പറയുന്നത്. സിനിമ സംബന്ധിച്ച ഒരു അപ്ഡേറ്റും പിന്നീട് തനിക്ക് ലഭിച്ചിട്ടില്ല. ഒരു സ്ത്രീ എന്ന വിക്ടിം കാർഡ് ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നും പുള്ളിക്ക് ഇത്രയും പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പുള്ളി നിയമ നടപടിയിലോട്ട് പോയില്ല? അല്ലെന്നുണ്ടെങ്കിൽ AMMയിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാം. രാജൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമല്ല, ഞാൻ പറഞ്ഞ പൊതുവെ ഒരു സഹകരണ മനോഭാവത്തോടു കൂടിയല്ല ആർട്ടിസ്റ്റുകൾ പല കോവിഡിന് ശേഷമുള്ള കാലത്താണ് ഞാൻ ഈ പറയുന്നത്. മിസ്റ്റർ ആൻഡ് മിസിസ് ബാച്ചിലർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ മലയാള സിനിമാ ലോകത്ത് തന്നെ വലിയ ചർച്ചയായിരിക്കുകയാണ്. സിനിമയുടെ ചിത്രീകരണ സമയത്ത് സഹകരിച്ച അനശ്വര സിനിമയുടെ പ്രമോഷന് വിളിച്ചപ്പോൾ വന്നില്ലെന്നും ഫോൺ എടുത്തില്ലെന്നും ദീപു കരുണാകരൻ ആരോപിച്ച് രംഗത്തെത്തിയതോടെയാണ് വിവാദം ആരംഭിച്ചത്. ഒരു സിനിമയ്ക്ക് ഒരു അഭിനേതാവ് അല്ലെങ്കിൽ അഭിനേത്രി എഗ്രിമെന്റ് സൈൻ ചെയ്യുമ്പോൾ ആ ചിത്രത്തിന്റെ പ്രമോഷണൽ ഘടകങ്ങൾ കൂടി ഉൾപ്പെടും. അങ്ങനെ ഒരു എഗ്രിമെന്റ് നിലവിൽ ഇരിക്കവെയാണ് നടി അനശ്വര രാജൻ തന്റെ സിനിമയുടെ പ്രചാരണ പരിപാടികളിൽ ഒന്നും തന്നെ പങ്കെടുത്തില്ലെന്ന തരത്തിലായിരുന്നു ദീപു കരുണാകരൻ വിമർശനം ഉന്നയിച്ചത്. മിസ്റ്റർ ആൻഡ് മിസിസ് ബാച്ചിലർ എന്ന സിനിമയുടെ മ്യൂസിക് റിലീസുമായി സംബന്ധിച്ച പോസ്റ്ററുകളും സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുന്നതിന് പോലും അനശ്വര വിസമ്മതിച്ചുവെന്ന് ദീപു കരുണാകരൻ പറഞ്ഞിരുന്നു. സംവിധായകൻ നടത്തിയ പ്രസ്താവന സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും അതേ തുടർന്ന് സിനിമാ ഗ്രൂപ്പുകളിൽ വലിയ ചർച്ചകൾ നടക്കുകയും ചെയ്തു. വിഷയം വലിയ വിവാദമായതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം അനശ്വര രാജൻ ദീപു കരുണാകരന്റെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്തെത്തി. തന്റെ കരിയറിനെ ബാധിക്കണമെന്ന ദുരുദ്ദേശത്തോടെയാണ് സംവിധായകൻ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും ഇപ്പോഴും ഈ സിനിമയുടെ റിലീസ് തീയതി പോലും ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല എന്നുമാണ് അനശ്വര സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചത്. കൃത്യമായി കാശണ്ണി പറഞ്ഞു ചോദിച്ചു വാങ്ങിയിട്ടാണ് പലപ്പോഴും താൻ ഷൂട്ടിങ്ങിന് വന്നത് എന്ന് ദീപു കരുണാകരൻ പറഞ്ഞിരുന്നു. എന്നാൽ ഷൂട്ട് നിർത്തിവെക്കേണ്ട ഒരു അവസ്ഥയിൽ ഷൂട്ട് തീരട്ടെ എന്ന് പറഞ്ഞ് മുൻകൈയെടുത്ത വ്യക്തിയാണ് താനെന്ന് അനശ്വര വ്യക്തമാക്കി. അതുപോലെ ക്യാരക്ടർ പോസ്റ്റർ, ട്രെയിലർ എന്നിവ താൻ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലും എല്ലാ പോസ്റ്ററുകളും ഷെയർ ചെയ്തിരുന്നു. അതുപോലെ ഓൺലൈനിൽ ഈ സിനിമയുടേതായ ഒരേ ഒരു പ്രൊമോഷൻ ഇന്റർവ്യൂ തന്റേത് മാത്രമാണ് എന്നും അനശ്വര വ്യക്തമാക്കി. സിനിമ സംബന്ധിച്ച ഒരു അപ്ഡേറ്റും പിന്നീട് തനിക്ക് ലഭിച്ചിട്ടില്ല. റിലീസിന് 2 ദിവസം മുൻപ് അങ്ങോട്ട് വിളിച്ചപ്പോഴായിരുന്നു റിലീസ് മാറ്റിവെച്ചുവെന്നും ചില പ്രശ്നങ്ങൾ പരിഹരിക്കാതെ റിലീസ് ഉണ്ടാവില്ല എന്നും അവർ അറിയിച്ചത്. പിന്നീട് ഒരിക്കൽ പോലും ഈ ചിത്രം റിലീസ് ആകാൻ പോകുന്നു എന്ന ഔദ്യോഗികമായി സ്ഥിരീകരണമോ തനിക്ക് ലഭിച്ചിട്ടില്ല എന്നും അനശ്വര സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ വ്യക്തമാക്കി. അതുപോലെ റിപ്പോർട്ടർ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അനശ്വര മാത്രമല്ല ബുദ്ധിമുട്ടുണ്ടാക്കിയ ചില അഭിനേതാക്കൾ ഉണ്ടായിട്ടുണ്ട് എന്നും എന്നാൽ ആ സംഭവങ്ങളും പേരുകളും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നും അത് സിനിമയും വ്യക്തിപരമായും ഗുണം ചെയ്യില്ല എന്നും ദീപു കരുണാകരൻ പറഞ്ഞിരുന്നു. ഈ അഭിമുഖത്തിലെ ദീപു കരുണാകരന്റെ വാക്കുകൾക്കെതിരെയും അനശ്വര പ്രതികരിച്ചു. മറ്റൊരാളുടെയും പേര് പറയാതെ തന്റെ പേര് മാത്രം വലിച്ചഴിക്കുന്നത് വഴി വ്യക്തിപരമായും സിനിമയെയും ഗുണം ചെയ്യുമെന്നാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്നും നടി ചോദിച്ചു. ഒരു സ്ത്രീ എന്ന വിക്ടിം കാർഡ് ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നും എന്നാൽ AMMയിൽ പരാതിക്കത്ത് ഇതിനകം നൽകിയിട്ടുണ്ട് എന്നും അനശ്വര വ്യക്തമാക്കി. പിന്നാലെ സംവിധായകൻ ദീപു കരുണാകരന്റെ പ്രസ്താവനയെ തള്ളി മിസ്റ്റർ ആൻഡ് മിസിസ് ബാച്ചിലർ ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ പ്രകാശ് ഗോപാലും രംഗത്തെത്തിയിട്ടുണ്ട്. സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നതേയുള്ളൂ എന്നും പ്രമോഷൻ പരിപാടികൾ നടക്കുന്നതേയുള്ളൂ എന്നും നിർമ്മാതാവ് വ്യക്തമാക്കി. അനശ്വര സിനിമയോട് നിസ്സഹകരണം കാണിച്ചിട്ടില്ല. സിനിമയുടെ പോസ്റ്റർ, ഫസ്റ്റ് ലുക്ക് കാർഡുകൾ സോഷ്യൽ മീഡിയയിൽ ഇടാൻ സാധിക്കാതിരുന്നത് അനശ്വരയുടെ ഇൻസ്റ്റാഗ്രാം ആ സമയങ്ങളിൽ 3 ദിവസം ടെക്നിക്കൽ പ്രശ്നങ്ങൾ നേരിട്ടതുകൊണ്ടാണ് എന്ന് അറിയിച്ചിരുന്നു. ഇപ്പോൾ ദീപു നടത്തിയ പരാമർശം അനവസരത്തിലായിപ്പോയെന്നും പ്രകാശ് പറഞ്ഞു. ഈ വിവാദം കടുക്കുമ്പോൾ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം സംവിധായകൻ നടത്തുന്ന ഒരു PR സ്റ്റണ്ട് ആണോ എന്നതാണ്. ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലായി അനശ്വര ഭാഗമായ 3 സിനിമകൾ റിലീസ് ചെയ്തിരുന്നു. ഈ സിനിമകളുടെ എല്ലാ പ്രൊമോഷൻ പരിപാടികളിൽ നടി നിറസാന്നിധ്യമായിരുന്നു എന്നും പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ചിലപ്പം പറയാൻ പറ്റില്ല PR-ന്റെ പരിപാടിയാണെന്ന്. കാരണം ഒരു പടം നമ്മൾ ഷൂട്ട് ചെയ്ത് ഇറക്കി കഴിച്ചാൽ അത് 10 പേരിലോട്ട് അറിയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ സ്ട്രാറ്റജി പ്രയോഗിക്കണം. സെയിം ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി തന്നെ എപ്പോഴും പ്രയോഗിച്ചിരുന്നിട്ട് കാര്യമില്ല. അത് മാറ്റി പിടിക്കണം. അപ്പം മാറ്റി പിടിക്കണമെന്നുണ്ടെങ്കിൽ പുതിയ ഐഡിയാസ്. ഇതിൻ്റെ സ്ക്രിപ്റ്റ് തന്നെ സിനിമയ്ക്ക് ഉപയോഗിക്കുന്ന സ്ക്രിപ്റ്റ് തന്നെ പലപ്പോഴും പല സിനിമാക്കാരും ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ദീപുവിൻ്റെ പടത്തിൽ അനശ്വരയായിട്ടുള്ള ഇഷ്യൂ സ്ക്രിപ്റ്റ് ആണോ എന്ന് നമുക്കറിയത്തില്ല. ചിലപ്പം അതും ഒറിജിനലായിരിക്കും. എന്താണെങ്കിലും ദീപു ആദ്യം മുതൽക്കേ 2 ആഴ്ചയായിട്ട് അനശ്വരയെക്കുറിച്ച് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതിനെല്ലാം വിരുദ്ധമായിട്ടാണ് അനശ്വര കൊടുത്തിരിക്കുന്ന മറുപടി. അനശ്വരയുടെ മറുപടി വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദീപു പറഞ്ഞതെല്ലാം ശുദ്ധ നുണയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പുള്ളിക്ക് ഇത്രയും പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് പുള്ളി നിയമ നടപടിയിലോട്ട് പോയില്ല? അല്ലെന്നുണ്ടെങ്കിൽ AMMയിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാം. കാരണം അവരുടെ അസോസിയേഷനിലെ ഇങ്ങനെ ആർട്ടിസ്റ്റ് നമ്മൾ പടത്തിന് ശേഷം നമ്മളോട് സഹകരിക്കുന്നു കഴിഞ്ഞാൽ AMM അതിൻ്റെ അകത്ത് കാര്യങ്ങൾ സംസാരിക്കും. അവിടെ നിന്നും കിട്ടുന്നില്ല നമുക്ക് നിയമപരമായി ഡയറക്റ്റ് പോകാം. കാരണം അനശ്വര സിഗ്നേച്ചർ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും നടക്കാതെ വരുമ്പം മതിയില്ലേ മീഡിയയിൽ വന്നിരുന്ന പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോരോ കഥകൾ. അത് അനശ്വരയെ വിഷമിപ്പിച്ചിട്ടുണ്ട്. ഇത് സത്യമാണെന്നുണ്ടെങ്കിൽ. ഇതിപ്പോൾ PR ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയത്തില്ല PR ആണോ അല്ലയോ എന്നുള്ളത്. പല സിനിമാ പ്രവർത്തകരുടെയും പരിപാടികൾ കാണുമ്പോൾ നമുക്ക് PR ആണോ എന്ന് തോന്നിപ്പോവും. പലരും PR ആണ് താനും. എല്ലാവരും പറഞ്ഞു PR-ന്റെ പൈസ വേണ്ടേ? എല്ലാ പ്രൊഡ്യൂസേഴ്സിനും പൈസ ഉണ്ടാകുന്നില്ല. ഇപ്പം നമുക്കറിയാം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ ഇഷ്യൂ, ആക്ടേഴ്സ് റെമ്യൂണറേഷൻ കൂട്ടി മേടിക്കുന്നതുകൊണ്ട് ഭയങ്കര ഇഷ്യൂസായിരുന്നു. കഴിഞ്ഞിടയ്ക്ക് സുരേഷ് ആന്റണി പെരുമാരുമായിട്ട് സംസാരിച്ച് എല്ലാം സെറ്റിലായി. ആന്റണി പെരുമാർ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു. അതിനുശേഷം സമരത്തെക്കുറിച്ച് ചോദിച്ചു മീഡിയാസ്. ഈ മാർച്ചിൽ പുള്ളി പറഞ്ഞു നമുക്ക് ആക്ടേഴ്സുമായിട്ട് ഇവിടെ ഒരു പ്രശ്നമില്ലല്ലോ, നമ്മൾ ആക്ടേഴ്സുമായിട്ടല്ലല്ലോ, നമ്മൾ സർക്കാരിൻ്റെ നിലപാടിനെതിരെയാണ് സമരം ചെയ്യുന്നത് പറഞ്ഞാൽ.
ഇത്ര നാൾ പുള്ളി പറഞ്ഞുകൊണ്ടിരുന്ന ആക്ടേഴ്സ് പണം കൂട്ടിമേടിക്കുന്നു, അവർ സഹകരിക്കുന്നില്ല, ഈ കാരണങ്ങളാണ് അവർ സമരം വെച്ചത്. അന്യപരമായ പോസ്റ്റ് പിൻവലിച്ചു, എല്ലാം കഴിഞ്ഞപ്പോൾ പുള്ളി ആക്ടേഴ്സുമായിട്ടുള്ള സമരമല്ല സർക്കാരുമായിട്ടുള്ളതാണെന്ന് പറഞ്ഞു. നിങ്ങൾ വീഡിയോസൊക്കെ വാർത്തകളൊക്കെ ഉണ്ട്. അതിനുശേഷം പുള്ളി റീസെൻ്റ്ലി ഇന്നലെ ഞാൻ പറഞ്ഞു കേട്ട് സമരം തൽക്കാലത്തിന് വേണ്ടെന്ന് വെച്ചു. സർക്കാരുമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്, സമരം തൽക്കാലികമായിട്ട് വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എമ്പുരാൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആളുടെ പലരും പറഞ്ഞു എമ്പുരാൻ്റെ പ്രൊമോഷനായിരുന്നു. കാരണം എമ്പുരാനെ അതിൻ്റെ അകത്തോട്ട് പിടിച്ചിട്ടു ജനത്തെ കുറ്റുന്നിട്ട് കാണും. കാരണം സുരേഷും മോഹൻലാലൊക്കെ ബാല്യകാലം മുതലുള്ള സുഹൃത്തുക്കളാണ്. അവർ പിണങ്ങി എന്നൊക്കെ പറയുമ്പോൾ വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഈ ക്ലൈമാക്സിലോട്ട് വന്നപ്പം സുരേഷ് ആക്ടേഴ്സുമായിട്ട് ഒരു പ്രശ്നമില്ലല്ലോ, സർക്കാരുമായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞപ്പം നമുക്ക് ഏകദേശം മനസ്സിലായി അത് ഏത് ട്രാക്കിലോട്ടാണ് പോകുന്നുള്ളൂ. എങ്ങനെ അനശ്വരമായിട്ടുള്ള പ്രശ്നം നമുക്കറിയത്തില്ല. ഞാൻ ഇവിടെ പറഞ്ഞു പറഞ്ഞത് ഒരു പ്രൊജക്റ്റിൽ ആർട്ടിസ്റ്റ് സൈൻ ചെയ്ത് അഭിനയത്തിലോട്ട് കിടക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കാര്യത്തിലെല്ലാം സഹകരിക്കുന്നതിനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് നമ്മൾ സിഗ്നേച്ചർ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ആ പടത്തിൽ വർക്ക് ചെയ്യുന്ന മെയിൻ ആർട്ടിസ്റ്റുകൾ, എല്ലാ ആർട്ടിസ്റ്റുകൾക്കൊന്നുമില്ല, താഴോട്ടുള്ള ചെറിയ റോളുകളൊക്കെ ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾക്ക് ഈ പറഞ്ഞ എഗ്രിമെൻറ്റ്സ് ഒന്നും കാണത്തില്ല. മെയിൻ ആർട്ടിസ്റ്റുകൾക്കെല്ലാം എഗ്രിമെൻറ്റ് ഉണ്ട്. അപ്പം ഈ എഗ്രിമെൻറ്റ് പ്രകാരം പടത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ലാസ്റ്റുള്ള PR വർക്കുകൾക്ക് പോലും പ്രൊമോഷൻ വർക്കുകൾക്ക് ഈ ഓൺലൈൻ മീഡിയയിലൊക്കെ വന്നിരിക്കുന്നതിന് സഹകരിക്കുന്നതിനൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇതിൽ സഹായിക്കാത്ത പക്ഷം നിയമ നടപടിയിലോട്ട് പോകാനുള്ള അവകാശവും പ്രൊഡ്യൂസറിനുണ്ട്. ആ സമയത്ത് ഇവിടെ വന്ന് മീഡിയയിൽ വന്നിങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മീഡിയയിൽ ഇപ്പം വന്ന വാർത്തയ്ക്കകത്ത് അവർ പറയുന്നുണ്ട് PR സ്റ്റണ്ടിൻ്റെ ഭാഗമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഏതെങ്കിലും നമ്മുടെ ആർട്ടിസ്റ്റുടെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ അസോസിയേഷനിൽ പറയാം. അതെന്നുണ്ടെങ്കിൽ നടക്കാത്ത പക്ഷം നിയമ നടപടിയിലോട്ട് പോകും. ഇങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. അവരെല്ലാവരും സിനിമയിലുള്ള ക്രൂ ആണ് ആ വർക്കിൽ. ആ പടത്തിൻ്റെ ഒരു പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ അവർ പുതിയ സ്ട്രാറ്റജി എടുത്തു. ഈ PR എന്ന് പറയുന്ന പരിപാടി ഓരോ ദിവസവും അവരുടെ ക്ലയൻസ് തരുന്ന പ്രൊജക്റ്റ് വ്യത്യസ്തതരമായ രീതി പബ്ലിക്കിലോട്ട് എത്തിക്കാൻ നോക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.